നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇവനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് ഭാമയോട് വിളിച്ച് പറഞ്ഞതല്ലേ? ഓ, പിന്നെ നിങ്ങളെ സ്വീകരിക്കേണ്ടത് എന്റെ മര്യാദയാണല്ലോ. അയ്യോ, നിങ്ങൾ ഇരിക്കേ. വേണ്ട. ഭാമ അരുന്ധതി ഇവിടെ ഇല്ല ആന്റി. ഞാനിവിടെ ഉണ്ട്. ആന്റി, ഭരത്തിന്റെ അരുന്ധതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാണ് ഞാനിപ്പോ വന്നത്. ആണോ? അയ്യോ, ഇത് വിളിച്ചപ്പോ പറഞ്ഞിരുന്നെങ്കിൽ ഒരു യാത്ര ഒഴിവാക്കായിരുന്നല്ലോ. ആന്റി എന്താ പരിഹസിച്ചതാണോ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഇനിയും ഇവനെ എന്റെ മകളുടെ ഭർത്താവായിട്ട് ഈ വീട്ടിൽ വാഴിക്കാന്നോ? ആന്റി, ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്നും എന്തിനാണ് ഭരത്തിനെ ഇവിടെ നിന്ന് പുറത്താക്കിയതെന്നും ആന്റിയും അരുന്ധതിയും കൂടെ തന്നെ എന്നോട് വന്ന് പറഞ്ഞതാ. ആ, അതായി എനിക്കും മനസ്സിലാവാത്തത്. എന്നിട്ടും നീ എന്തിനാ വീണ്ടും ഇവനെ കൊണ്ട് ഇവിടെ വന്നത്? നിനക്കിപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ? ആന്റി, എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എനിക്ക് പ്രധാനം ഇവരുടെ ഭാവിയാ. ഓ, ചേച്ചി വെറുതെ അരുന്ധതിയുടെയും ഭരത്തിന്റെ ഭാവി ഓർത്ത് തല പുണ്ണാക്കണ്ട. അരുന്ധതി എന്തായാലും ഭരത്തിനോടൊപ്പം ഇനി ജീവിക്കില്ല. ഭാമേ, ഞാൻ നിന്നോട് ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരം നീ പറഞ്ഞാ മതി. കേട്ടല്ലോ? ആന്റി, കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിക്കാനും ചികഞ്ഞു മാറ്റാനും നിന്നാ ആന്റിക്ക് ഒടുവിൽ പറയാൻ ഒന്നും കാണില്ല. എന്താ നീ എന്റെ നാവടക്കി നിർത്താനുള്ള പുറപ്പാടാ? അയ്യോ, അങ്ങനെയുള്ള ആത്മവിശ്വാസമൊന്നും എനിക്കില്ല ആന്റി. ഓ, പക്ഷേ ഞാൻ വന്ന കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. ആണോ? എന്ത് കാര്യത്തിനാ നീ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നേ? ഇവന്റെയും അരുന്ധതിയുടെയും കാര്യത്തിനാണോ? ആന്റി, ദേ, സ്വന്തം മകള് കണ്ടെത്തിയതാ ഭരത്തിനെ. മരുമകൻ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഇവനൊരു പേരുണ്ട്. അല്ലാതെ അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എങ്ങനെ നിങ്ങക്ക് കഴിയുന്നേ? അയ്യോ, പിന്നെ ഞാനിവനെ എന്ത് വിളിക്കണം? എന്റെ കൺമുമ്പിലിട്ടാ അരുന്ധതി അവൻ തലമുടിക്ക് കുത്തിപ്പിടിച്ച് അടിച്ചത്, അറിയോ? എന്താ ആന്റി, ഭാമയോട് അഭിമോശമായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിലും ആന്റി ഒന്നും ചെയ്തിട്ടില്ലേ? ഭരത് അരുന്ധതിയെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ലല്ലോ. അത് എങ്ങനെ പറ്റും? ദേ, എന്റെ മോള് കോടീശ്വരിയാണെന്ന് ഇവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൊല്ലത്തില്ല. അപ്പൊ ഭാമയ്ക്ക് കോടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലേ ആന്റി പലപ്പോഴും അതിന് ശ്രമിച്ചത്? എന്തിനാ ചേച്ചി കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നേ? വല്യച്ഛൻ ഇവനെയും കൊണ്ട് വന്ന് ഷോ കാണിച്ചു പോയപ്പോ ചേച്ചി ഇവനെയും കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? അതേടി, ഞാൻ ഇവനെ ഷോ കാണിക്കാൻ വേണ്ടി തന്നെയാ കൊണ്ടുവന്നത്. ശരി, ഞാനായിട്ടിനി നിന്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയെന്ന് വേണ്ട ആന്റി. ഇവൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഇവൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. അതുകൊണ്ട് ഒരിക്കലത്തേക്ക് ഇവനോട് ആന്റി ക്ഷമിക്കണം. എന്നിട്ട് ഒന്നുകിൽ ഭരത് അരുന്ധതിയോടൊപ്പം ഇവിടെ കഴിയട്ടെ, അതല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഞങ്ങളുടെ വീട്ടിൽ കഴിയട്ടെ. ഇല്ല ഭാവന, രണ്ടും നടക്കില്ല. അരുന്ധതി ഇനി ഭരത്തിന്റെ ഒപ്പം ജീവിക്കില്ല. അതിന് ഞാനൊട്ട് സമ്മതിക്കൂല. ശരി, എന്നാ പിന്നെ അരുന്ധതിയോട് തന്നെ സംസാരിക്കാം. ഭരത്തെ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ ഇവിടെ വെച്ച് അരുന്ധതിയോട് പറയാം. അരുന്ധതിക്ക് ഇവനോടൊന്നും സംസാരിക്കാനില്ല. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട്. അരുന്ധതി, അപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ നിന്നോട് ചെയ്തത് 100% തെറ്റ് തന്നെയാ. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക. അതല്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരത്തില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്നാലേ എന്റെ മകൾക്ക് നിന്നോട് ക്ഷമിക്കാനാവില്ല. നീ ചെല്ല്. ആന്റിയോടല്ലല്ലോ ഭരത് സംസാരിച്ചത്.
പക്ഷേ മറുപടി ഞാൻ പറഞ്ഞതാ ശരി. അരുന്ധതി, നീ എന്താ പറയുന്നേ? എന്തായാലും ഈ വീട്ടിൽ ഭരത്തിന് ഇനി സ്ഥാനം ഉണ്ടാവില്ലെന്നറിയാം. പക്ഷേ നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും സ്ഥാനം ഉണ്ടാവും. മോള് വരുന്നുണ്ടോ? ഇപ്പോഴോ മതിയായില്ലേ? അവളെ എന്റെ മോള, അല്ലാതെ നിനക്കൊക്കെ തോന്നുമ്പം ഭരിക്കാനും ദേഹോപദ്രവം ചെയ്യാനുള്ള ഉപകരണമൊന്നും അല്ല. എന്തിനാ ചേച്ചി ഇങ്ങനെ നിന്ന് നാണം കെടുന്നേ? ഇവനൊന്നും ലോകത്ത് ആരും പെണ്ണു കൊടുക്കില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ. ഭാവനെ, ഇനി നിക്കണമെന്നില്ല. അരുന്ധതിയും അഭിറാമും ഇനി ആ വീട്ടിലേക്ക് വരില്ല. അവരിവിടെ കഴിഞ്ഞോളും. ആ പിന്നെ ഭാമയെയും മറന്നേക്ക്. ചേച്ചി, അരുന്ധതി, നീ എങ്ങോട്ടായി പോന്നേ? ഇതാ അമ്മ എന്റെ തീരുമാനം. അമ്മ അങ്ങോട്ട് മാറിക്കേ. ഇല്ല അരുന്ധതി, നിന്നെ അങ്ങനെ വിടുന്നില്ല. നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോകുന്നുമില്ല. ഭമേച്ചി മാറ്. ഞാൻ പോകുന്നത് എന്റെ ഭർത്താവിന്റെ കൂടെയാ. ഇവന്റെ കൂടെ പോയാ ഈ വൃത്തികെട്ടവൻ നാളെ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താ നിനക്ക് ഉറപ്പ്? കുറച്ചു ദിവസം കൊണ്ട് ഞാൻ ഭാമേച്ചെ ശ്രദ്ധിക്കുക. എന്നിൽ നിന്ന് ഭരതേട്ടനെ പിരിക്കാൻ ഭാമേച്ചിക്ക് എന്താ അമ്മ വല്ല വാഗ്ദാനവും തന്നോ? അരുന്ധതി, അമ്മ അലറണ്ട. ഭാമേച്ചി നോക്കിക്കോ. എനിക്ക് പിന്നാലെ അധികം വൈകാതെ തന്നെ ഭാമേച്ചിയും വരും. അതുവരെ ദൈവം തന്നെ ഭാമേച്ചിയും കുഞ്ഞിനെയും കാക്കട്ടെ. നമുക്ക് പോവാം ചേച്ചി. ആന്റി, എന്നാ പിന്നെ യാത്ര പറയുന്നില്ല. കുറേ നേരം നിന്നതല്ലേ. ആന്റി പോയി അങ്ങോട്ടിരിക്കുക. ക്ഷീണം കാണും. അരുന്ധതി നിന്നെ തല്ലിയതല്ല, നീ ചോദിച്ചു വാങ്ങിച്ചതാ. വാ.
പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ചേച്ചി. ആരെങ്ങനെയൊക്കെ പ്രതികരിച്ചാലും നീ ഒന്നും മിണ്ടരുത്. അത്രമാത്രം വിഷമം നിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ട്. ശരി ചേച്ചി. കൈവിട്ടു പോയെന്ന് കരുതിയ ജീവിതം തിരിച്ചു പിടിക്കാൻ പോവുകയാണെന്ന് കരുതിയാൽ മതി. നിന്നെ വാ വാ. അമ്മേ.